ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇന്ന് മക്കൾക്കൊന്നും സ്കൂളിലാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇബ്ബാനെ കൊണ്ട് കുറച്ച് ചിക്കൻ കൊണ്ടുവരിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ചിക്കനാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് രാവിലെ മുതലേ എന്തെങ്കിലും ആണ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ വൈകുന്നേരം വരെ അത് മതിയല്ലോ എന്നില്ല കേട്ടോ. അവർക്ക് ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ അവരങ്ങനെ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സ്കൂളിലാത്തന്നൊക്കെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറും ചിക്കൻ ചില്ലിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ചില്ലിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, സാധാരണക്കാർക്ക് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ ചില്ലി. നല്ല ടേസ്റ്റിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്നുള്ളത് ആണ് കേട്ടോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല കോംബോ ആയിരുന്നു കേട്ടോ നെയ്ച്ചോറും ചിക്കൻ ചില്ലി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ എപ്പോഴും ഇങ്ങനെ വാങ്ങി കഴിക്കാത്തവർക്കൊക്കെ തോന്നുന്നുണ്ടാവും ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ എന്താ പറയുക, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ചില്ലിയാണ്. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കഷ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ, ഉപ്പ്, കുരുമുളക് ഇട്ടിട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്പി മസാല പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 5-10 മിനിറ്റൊക്കെ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ഒരു ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുക്കറിൽ വേഗം തന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടോ. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് സൂപ്പറായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നെയ്ച്ചോറാണ് കേട്ടോ. അപ്പോൾ ആ ഉള്ളി ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവറാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയുള്ളി കുറച്ച് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ അളന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പിന് 2 കപ്പ് എന്നുള്ള കണക്കിലാണ് കേട്ടോ അരിയും വെള്ളം എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും. കാരണം നെയ്ച്ചോറൊക്കെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാം, എല്ലാവർക്കും കഴിയും കേട്ടോ. എന്നാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്ക് ക്യാരറ്റൊക്കെ നെയ്ച്ചോറിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ക്യാരറ്റൊക്കെ ഒപ്പിച്ച് ഇടലുണ്ട് കേട്ടോ. കാരണം എനിക്ക് ക്യാരറ്റില്ലാത്ത നെയ്ച്ചോറ് ഒരു എന്തോ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന നെയ്ച്ചോറിൽ എപ്പോഴും ക്യാരറ്റ് ഇട്ട് കൊടുക്കലുണ്ട്. അപ്പോൾ അതിങ്ങനെ തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം തിളച്ച് വന്നപ്പോൾ അരി നമ്മൾ കഴുകി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക. ഈ സമയത്ത് ഒന്നും കൂടി ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ആയിക്കോട്ടോ. കുക്കറിലാണ് കേട്ടോ നമുക്ക് ഏറ്റവും പെട്ടെന്ന് നെയ്ച്ചോറ് റെഡിയാക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കിക്കോട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പോർഷൻ ഞാൻ ഫ്രൈ ആക്കിയത് മാറ്റി കൊടുത്തിട്ടുണ്ട്, അടുത്ത പോർഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, 2 കൈയും വെച്ചിട്ട് ഇങ്ങനെ സ്പീഡിൽ ചെയ്യുക. കാരണം ഈ ഫുഡ് ആക്കി വെച്ചിട്ട് എനിക്കൊരു സ്ഥലം വരെ പോകാൻ കേട്ടോ. കാരണം ഇബ്ബ വന്നിട്ടുണ്ട്. ഇബ്ബ നമുക്ക് ചെറുതായിട്ടൊന്ന് പുറത്ത് ഇബ്ബാക്ക് എന്തോ മേടിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ പോരണോ ചോദിച്ചപ്പോൾ മക്കളല്ലേ, അവർ പറഞ്ഞു ഞങ്ങളും ഉണ്ട് എന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങിക്കോളി, ഞാൻ ഒരു 10-15 മിനിറ്റിൽ വരാമെന്നില്ല. പിന്നെ എൻ്റെ പണികളൊക്കെ ഫാസ്റ്റ് ആക്കി കേട്ടോ. രാവിലെ അത്ര ചായക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. രാവിലെ തന്നെ ഞാൻ ചായ, ബ്രെഡ്, മുട്ടയൊക്കെ മക്കൾക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഈ നെയ്ച്ചോറും ചിക്കൻ ചില്ലി ഉണ്ടാക്കി വെക്കാനാണ് കേട്ടോ കരുതിയത്. അപ്പോൾ പിന്നെ ഏതായാലും ചായൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളും ഒക്കെ സിങ്കിൽ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേട്ടോ നമ്മുടെ ഈ ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് വെളുത്തുള്ളി, വലിയുള്ളി, ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കവും വലിയുള്ളിയൊക്കെ നമ്മൾ വലുതായിട്ടാണ് കേട്ടോ, വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുക. ഒരു വലിയുള്ളി വെച്ചിട്ട് നമ്മൾ 2 കട്ടാക്കിയിട്ട് പിന്നെ അത് ഒരു 2 വീണ്ടും കട്ടാക്കിയിട്ട് ഇടുക കേട്ടോ. അങ്ങനെ കേട്ടോ നമ്മുടെ ചിക്കൻ ചില്ലിയിലൊക്കെ നമ്മൾ വലിയുള്ളിയൊക്കെ ഇടൽ. അങ്ങനെ അതിലേക്ക് പിന്നെ ഫ്രൈ ആക്കിയ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടോ. പഞ്ചസാര എന്തായാലും ഇട്ട് കൊടുക്കണം, കാരണം ഒരു മധുരവും ഉപ്പും ഒക്കെ ഒരു ബാലൻസ് ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ചിക്കൻ ചില്ലി. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ അത് സിമ്മിലിട്ടിട്ട് തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മളതിലേക്ക് കുറച്ച് വെള്ളം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഒരു 1 ടീസ്പൂണ് സോയാ സോസ്, 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് നമ്മുടെ കെച്ചപ്പ് ഉണ്ടല്ലോ, ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലോണം മിക്സാക്കി കൊടുക്കുക. 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ മിക്സാക്കിയ വെള്ളം ഉണ്ടല്ലോ അതാണ് നമ്മൾ ചിക്കൻ ചില്ലിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുന്നതോട് കൂടി നമ്മളെ ഈ കറി നല്ലോണം തിക്കായി വരും കേട്ടോ, നല്ല കുറുകി സൂപ്പറായി കിട്ടും കേട്ടോ. അങ്ങനെ ആ ഒരു ആ ഒരു സെറ്റ് ആവലാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചില്ലി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. അപ്പോൾ കൈ എടുക്കാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്, പഞ്ചസാരൻ്റെ കുറവുണ്ട് എന്ന് തോന്നിയിട്ട് അപ്പോൾ രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകത്തിന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം തിക്കായി ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. കണ്ടില്ലേ, സൂപ്പറായിട്ടുള്ള ചിക്കൻ ചില്ലി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തിട്ട് അത് മൂടി വെച്ചാൽ മതി കേട്ടോ. ചിക്കനൊന്നും വേവാൻ വേണ്ടി നിൽക്കണ്ട, കാരണം നമ്മൾ ചിക്കനൊക്കെ ഓൾറെഡി വെന്ത ചിക്കനാണ് കേട്ടോ. നമ്മൾ മൊത്തത്തിൽ നല്ലോണം വേവിച്ചെടുക്കുന്ന ചിക്കനാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ കണ്ടില്ലേ, സൂപ്പറാണ് കേട്ടോ നമ്മുടെ ചിക്കൻ ചില്ലി. അപ്പോൾ എന്തായാലും നിങ്ങൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക, നമ്മളും ഉണ്ടാക്കി കഴിക്കട്ടോ. ഇത് ചപ്പാത്തിൻ്റെ ഒപ്പം പൊറാട്ടൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ
അതൊക്കെ തീയൊക്കെ ഓഫാക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് നമ്മളെ പാത്രം കഴിക്കാൻ രാവിലെ മുതലേ ഉള്ള ജഗ്ഗും ഗ്ലാസും കാര്യങ്ങളും ഒക്കെ അവിടേക്ക് ഇട്ടിരിക്കാൻ കേട്ടോ. കാരണം പോകലിൻ്റെ വിഷയം ഇപ്പോഴാണല്ലോ വന്നത്. അപ്പോൾ ഞാനിങ്ങനെ സാവകാശം എടുക്കാമെന്ന് വിചാരിച്ചു. ഫുഡാക്കി വെച്ചിട്ട് പിന്നെ ഷെയ്ബ വിളിച്ച് 10-15 മിനിറ്റ് കൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക ചാടി കുടഞ്ഞില്ലേ പാത്രം കഴിക്കലായിരുന്നു കേട്ടോ. കാരണം എല്ലാതും വൃത്തിയേടായി കിടന്നിരുന്നു. നമ്മുടെ അങ്ങോട്ട് നോക്കാത്തതുകൊണ്ട് തന്നെ ആ പാത്രങ്ങളും സിങ്കും കൗണ്ടർ ടോപ്പും ഗ്യാസും ഒക്കെ അങ്ങോട്ട് താറുമാറായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ വേസ്റ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിവാക്കുകയാണ്. പിന്നെ ഒരു തലക്കുന്ന അങ്ങനെ പാത്രം കഴിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്ക് മക്കളോട് കുളിച്ച് റെഡിയാവാൻ പറഞ്ഞിരുന്നു കേട്ടോ. അവരൊക്കെ അങ്ങനെ ഓരോരുത്തരായിട്ട് റെഡിയായി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ മോനെ കുളിപ്പിച്ചിട്ട് വേഗം അവരെടുത്ത് ആക്കി കൊടുത്തു. അവർ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനെയും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പാത്രം കഴിക്കൽ ഞാൻ പറഞ്ഞല്ലോ രാവിലെ ചായക്ക് വല്ലാതെ കടിയൊന്നും ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വലിയ പാത്രങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. നമ്മൾ അവർ ബ്രെഡൊക്കെ എടുത്ത പാത്രങ്ങളൊക്കെ മുട്ടയും ബ്രെഡൊക്കെ എടുത്ത ഒരു പാത്രങ്ങൾ കുറച്ചുള്ളൂ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ ക്ലീൻ ആക്കിയിട്ടോ. ക്ലീൻ ആക്കാതെ പോയാൽ പിന്നെ നമുക്ക് വന്നാലൊരു മടിയാണ്. എപ്പോഴാണ് വരികയെന്നൊന്നും അറിയില്ലല്ലോ. ഫുഡൊന്നും കഴിക്കാൻ നിൽക്കില്ല കേട്ടോ. ഫുഡ് വന്നിട്ട് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ പോണത്. അപ്പോൾ പിന്നെ ആ ഭാഗമൊന്നും നോക്കണ്ടല്ലോ. അപ്പോൾ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടോ. ക്ലീൻ ആക്കാതെ പോയാൽ എന്താ പറയുക, നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ക്ലീൻ ചെയ്ത് പോകട്ടോ. ഇപ്പോൾ പറയുന്നുണ്ട് കേട്ടോ, വന്നിട്ട് പാത്രം കഴുകുക സിങ്കിലേക്ക് എടുത്തിട്ട് പോന്നള വേഗം കുളിച്ച് പോന്നള പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട പണി ഒത്തിരി വൈകിയാലും വേണ്ടില്ല ചെയ്തിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നുണ്ടല്ലോ, നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പോകാൻ. പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ക്ഷീണം തോന്നും, ഇരിക്കാൻ തോന്നും, കിടക്കാൻ തോന്നും. പക്ഷേ നമുക്ക് എന്തെങ്കിലും പണി ബാലൻസ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും പറ്റില്ല കേട്ടോ. പിന്നെ പോകുമ്പോഴൊക്കെ ടെൻഷനാണ് കേട്ടോ, അത് കഴിഞ്ഞില്ലല്ലോ എന്നില്ല. അപ്പോൾ ഞാൻ വേഗം തന്നെ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കണ്ട് അവിടെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ വരാനായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ കുളിമുറിയിലേക്കൊക്കെ വരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ കുളിയും കഴിഞ്ഞിട്ട് റെഡിയായിട്ട് ഞങ്ങൾ പോകാല പരിപാടിയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾ ഒഴിവാകുമ്പോൾ അവർ കൂട്ടിയിട്ട് എവിടേക്കെങ്കിലും പോകുമ്പോൾ അവർക്കൊരു സന്തോഷമാണല്ലോ. എപ്പോഴും ഈ സ്കൂളും പഠിപ്പും കാര്യങ്ങളും ആകുമ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ബോറന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയും അങ്ങനെ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിലൊക്കെ വിളിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരുങ്ങി, മക്കൾ പോകാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരുങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് സ്കൂളിലാത്തതൊന്നും അവരുടെ കൂടെ അങ്ങനെ ഇവിടെ നിൽക്കാനൊക്കെ ഒരു എന്താ പറയുക ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് മോനിത്തിരി ചോറ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവന് ചോറിൻ്റെ സ്മെല്ല് കേട്ടപ്പോൾ തന്നെ ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇത്തിരി ചോറ് എടുത്തിട്ടോ. അപ്പോൾ ആ നെയ്ച്ചോറൊക്കെ സൂപ്പറായിട്ടുണ്ടോ. പിന്നെ ചിക്കൻ ചില്ലിൻ്റെ കാര്യം പറയണ്ടല്ലോ, നല്ല അടിപൊളിയായി സെറ്റായി വന്നിട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ആക്കി നോക്കട്ടോ. പിന്നെ നമ്മൾ ചിക്കനൊക്കെ കിട്ടുമ്പോൾ അധികം ചിക്കൻ കറിയും ചിക്കൻ റോസ്റ്റും ഒക്കെ ആയിരിക്കും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ചിക്കൻ ചില്ലിയൊന്നും പെട്ടെന്നൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ മക്കൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഇഷ്ടമായോ എന്നൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ, ഞാൻ പറയുകയല്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കിക്കോളട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് മോൻ്റെ ചോറ് എടുക്കൽ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ വന്ന് പിന്നെ ഞങ്ങൾ മാറ്റിയൊക്കെ പുറത്ത് പോകണ്ട. അപ്പോൾ പുറത്ത് പോകുമ്പോൾ പിന്നെ ക്യാമറയും കാര്യങ്ങളൊന്നും നോക്കിയില്ല കേട്ടോ. ചില ദിവസം നമ്മളിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാൻ നോക്കട്ടോ, ചില ദിവസം പിന്നെ അങ്ങനെയൊന്നും ചെയ്യല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ക്യാമറയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്